ഇവിടെ ഈ പയ്യൻ കാർത്തിക എന്നു പേരുള്ള ഒരു പെണ്ണിനെ അവൾ അറിയാതെ പ്രണയിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവൻ അവളോട് തന്റെ ഇഷ്ടം പറയാൻ പോകുന്നേരം അവളുടെ അച്ഛൻ അവനെ അടിക്കുകയും പിന്നീട് അവന്റെ വീട്ടഡ്രസ് കണ്ടുപിടിച്ച് അവിടെ ചെന്ന് അവനെ തല്ലിച്ചതിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോണമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അന്നു മുതൽ ആ പയ്യൻ അവളുടെ അച്ഛനോട് വല്ലാത്തൊരു ദേഷ്യമായിരുന്നു. അങ്ങനെ 8 വർഷങ്ങൾക്ക് ശേഷം കാർത്തിക അവളുമായി കല്യാണം ഉറപ്പിച്ച ചെക്കന്റെ കൂടെ പുറമേ കറങ്ങി നടക്കുകയായിരുന്നു. അപ്പോൾ ആ പയ്യൻ ഫ്രണ്ട്സിന് കാട്ടിക്കൊടുക്കാൻ എന്ന് പറഞ്ഞ് സെൽഫി എടുക്കുന്ന സമയത്ത് കാർത്തിക അവനോട് നിനക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് എനിക്ക് പേടിയുണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാൽ അവളെ സമാധാനപ്പെടുത്തിക്കൊണ്ട് അവൻ അവിടെ നിന്ന് അവളെ കൂട്ടിപ്പോകുന്നുണ്ട്. അപ്പോൾ അവനൊരു ഫോൺ വരികയും അവൻ ഫോൺ വിളിച്ച് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഒരു ലോറി വന്ന് അവനെ ഇടിക്കുകയും ആ നിമിഷം തന്നെ അവൻ മരണപ്പെടുകയും ചെയ്യുന്നുണ്ട്. അത് കണ്ട് ആകെ തകർന്ന കാർത്തിക ഇനി തനിക്കൊരു കല്യാണാലോചനയും കൊണ്ടുവരേണ്ടെന്ന് അവളുടെ അച്ഛനോട് പറയുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ അവളുമായി കല്യാണം ആലോചിക്കുന്ന എല്ലാ ചെക്കന്മാരും ഇതേ രീതിയിൽ മരണപ്പെടുകയാണ്. അങ്ങനെ ഈ കേസ് അവസാനം നമ്മുടെ ഹീറോയുടെ കയ്യിലെത്തുന്നുണ്ട്. അങ്ങനെ കാർത്തികയെ വിളിച്ച് ചോദ്യം ചെയ്യുമ്പോൾ അവൾ ഇതുവരെ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവൾ ആദ്യം എന്നു പേരുള്ള ഒരു പയ്യനെ സിൻസിയറായി ലവ് ചെയ്തിരുന്നു. എന്നാൽ കുറച്ചു നാളുകൾക്കപ്പുറം അവനെ ആരോ ക്രൂരമായി കൊലപ്പെടുത്തിയിരുന്നു. അതിനുശേഷം ആകെ ഡിപ്രഷനിലായ കാർത്തികയോട് ഇനിയും എത്രനാൾ നീ ഇങ്ങനെ തനിയെ പോകുമെന്ന് പറഞ്ഞ് അച്ഛൻ അവനക്കൊരു പയ്യനെ കണ്ടുപിടിക്കുന്നുണ്ട്. ഇങ്ങനെ കണ്ട പയ്യന്മാരിൽ ഒരാൾ ഫ്ളാറ്റിൽ നിന്ന് താഴെ വീണു മറ്റൊരാൾ ലോറിയിടിച്ച് മരണപ്പെട്ടെന്ന് അവൾ പോലീസിനോട് പറയുന്നു. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഹീറോയ്ക്ക് ഒരു കാര്യം മനസ്സിലാവുന്നു. അവൾക്ക് അവളുടെ അച്ഛൻ കണ്ടുപിടിച്ച പയ്യന്മാരൊക്കെ സാധാരണ നിലയിൽ മരണപ്പെടുമ്പോഴും അവൾ സ്നേഹിച്ച ആദി എന്നു പേരുള്ള പയ്യൻ മാത്രം അതിക്രൂരമായി കൊല ചെയ്യപ്പെടുകയാണ്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഹീറോയിനെ കാർത്തികയുടെ കൂടെ തന്നെയുള്ള അവളെ ഒരുപാട് സ്നേഹിക്കുന്ന ആരോ ആണ് ഈ കൊലയ്ക്ക് പിന്നിലെന്ന് സംശയം ഉദിക്കുന്നു. ആക്ച്വലി നമ്മുടെ ഈ ഹീറോ മറ്റാരുമല്ല, ഫസ്റ്റ് സീനിൽ കാർത്തികയോട് ഇഷ്ടം പറയാൻ പോകുന്ന ആ പയ്യനായിരുന്നു. അതിനാൽ അവൾക്കൊരു അപകടവും പറ്റരുതെന്ന് കരുതി ഹീറോ കാർത്തികയെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. കാർത്തികയ്ക്കും അവനെ ഇഷ്ടമായിരുന്നെങ്കിലും അവൻ എന്തെങ്കിലും പറ്റുമോ എന്നുള്ള പേടിയിൽ കാർത്തിക കരയുന്നുണ്ട്. അവൾ ഭയന്ന പോലെ തന്നെ അടുത്ത ദിവസം അവളുടെ വണ്ടിയിൽ നിന്നും കില്ലർ വെച്ചുപോയ ആ ഡയറി കിട്ടുന്നുണ്ട്. അതിൽ കാർത്തിക നീ എപ്പോഴും എനിക്ക് സ്വന്തമാണെന്നാണ് ആ കില്ലർ എഴുതി വെച്ചിരിക്കുന്നത്. കാർത്തിക ഡയറി ഹീറോയ്ക്ക് കാണിച്ചു കൊടുക്കുമ്പോഴാണ് ഹീറോ ആ കാര്യം ശ്രദ്ധിച്ചത്. അതിൽ കാർത്തിക എന്ന പേരിൽ കാർത്തിക് മാത്രം ബ്ലൂ എങ്കിലും എ എന്നത് സെപ്പറേറ്റ് ഒരു റെഡ് എങ്കിലുമാണ് എഴുതിയിട്ടുള്ളത്. എന്നാൽ ഒരു ദിവസം ഹീറോ അവളെ അമ്പലത്തിലേക്ക് വിളിക്കുകയും അവിടെ നിന്ന് പെട്ടെന്ന് അവളെ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. തന്റെ മകളുടെ കല്യാണം കഴിഞ്ഞതോർത്ത് ആ അച്ഛൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. അങ്ങനെ അന്ന് രാത്രി ഫസ്റ്റ് നൈറ്റിൽ പാൽ കുടിച്ചപാടെ ഹീറോ മയങ്ങിപ്പോകുന്നുണ്ട്. അപ്പോഴാണ് പെട്ടെന്ന് കാർത്തികയുടെ ആറ്റിറ്റ്യൂഡാകെ മാറുന്നത്. മാത്രമല്ല അവൾ കണ്ണാടി നോക്കി ഇന്ന് ഞാൻ നിനക്ക് പാലിൽ ഉറക്കുഗുളിക കലർത്തി തന്നു, ഇനി കുറച്ചുനാൾ കൊണ്ട് നിന്നെ കൊല്ലുമെന്ന് പറയുന്നു. മയക്കത്തിലായിരുന്ന ഹീറോ അവളുടെ പിന്നിൽ വന്ന് നിൽക്കുകയും എന്നാ കാർത്തിക് എന്ന് അവളോട് ചോദിക്കുകയും ചെയ്തു. കാര്യം എന്തെന്നാൽ അവൾ കൊടുത്ത പാൽ ഹീറോ കുടിച്ചു കാണില്ല. കാർത്തിക് ആ സമയം അവളുടെ സ്വഭാവമാക്കി മാറി ഹീറോയെ നല്ലപോലെ അടിക്കുന്നുണ്ട്. ഹീറോ ആ ഡയറി അവളുടെ അച്ഛനെ കാണിച്ചു കൊടുത്ത് കാർത്തിക് എന്ന പേരുള്ള പയ്യനെ അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവളുടെ അച്ഛനൊരു കഥ പറയുന്നുണ്ട്. കല്യാണത്തിന് ശേഷം 4 വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്കൊരു കുഞ്ഞുണ്ടാവുന്നത്. ആൺകുട്ടിയാ ജനിക്കുന്നുണ്ടെങ്കിൽ കാർത്തിക് എന്ന പേര് വെക്കാനായിരുന്നു ഞാൻ തീരുമാനിച്ചത്. പക്ഷേ പെൺകുട്ടി പിറന്നതിനാൽ അവൾക്ക് കാർത്തിക എന്ന് പേരിട്ടു. ആ സമയത്ത് വലിയൊരു ആക്സിഡന്റിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടിരുന്നു. മാത്രമല്ല ബിസിനസ്സൊക്കെ വെച്ചടി കയറ്റവുമായിരുന്നു. ഇതൊക്കെ എനിക്കൊരു മോളുണ്ടായതിനു ശേഷമായതിനാൽ ഞാൻ അവളെ വളരെ ഇഷ്ടത്തോടെയായിരുന്നു വളർത്തിയിരുന്നത്. അപ്പോഴാണ് ഒരു പ്രശ്നമുണ്ടാവുന്നത്. പെണ്ണായതിനാൽ അവളെ കളിക്കാൻ കൂട്ടാത്തൊരു പയ്യനെ അവൾ വടികൊണ്ട് അടിച്ചിരുന്നുണ്ട്. അന്നു മുതൽ അവൾ എല്ലാവരുടെ മുന്നിലും ഒരു ആൺകുട്ടിയെ പോലെയായിരുന്നു ബിഹേവ് ചെയ്തിരുന്നത്. അങ്ങനെയാണ് കാർത്തിക് എന്നൊരു ക്യാരക്ടർ അവൾ അറിയാതെ അവൾക്കുള്ളിൽ കയറി കൂടിയത്. ഇതൊക്കെ നമ്മുടെ ഹീറോ CCTVയിലൂടെ കണ്ടുപിടിച്ച് എന്തിനാണ് അവരെയൊക്കെ കൊല ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അവളുടെ ഉള്ളിലെ കാർത്തിക് എന്ന ക്യാരക്ടർ അവൾ പ്രായപൂർത്തിയായതു മുതൽ അവളുടെ ശരീരമൊക്കെ എന്റേതാണെന്ന് കരുതിയവനാണ് ഞാനെന്ന് പറയുന്നു. എനിക്കില്ലാത്ത മറ്റാർക്കും അവളെ സ്വന്തമാകരുതെന്ന കാരണത്താലാണ് ഞാൻ മറ്റെല്ലാവരെയും കൊന്നതെന്ന് കാർത്തിക് അപ്പോൾ പറയുന്നു. വേണേൽ നിന്നെ ഞാൻ വിടാം, നീ പോയി രക്ഷപ്പെട്ടു എന്ന് അവൾ പറയുന്ന സമയത്ത് ഹീറോ ചിരിക്കുന്നു. നീ സ്വന്തമാക്കാൻ കാത്തിരുന്ന ശരീരം ഞാൻ എപ്പോഴേ സ്വന്തമാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഹീറോ അവൾക്കൊരു വീഡിയോ കാണിച്ചു കൊടുക്കുന്നു. അത് കണ്ട് സഹിക്കവയ്യാതെ കാർത്തിക് എന്ന ക്യാരക്ടർ തന്റെ ശരീരം സ്വന്തമായി പരിക്കേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. അവിടെ നിന്നും അവളെ രക്ഷപ്പെടുത്തി ഹീറോ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ബാല്യകാലം മുതലേ അവളുടെ മനസ്സിൽ കയറിക്കൂടിയ കാർത്തിക് എന്ന ക്യാരക്ടർ ഇല്ലാതാക്കുവാൻ വേണ്ടിയാണ് ഹീറോ ഇങ്ങനെ ചെയ്തത്. അതിലൂടെ കാർത്തിക നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരികയും കാർത്തികയ്ക്കും ഹീറോയ്ക്കും ഒരു പെൺകുട്ടി ജനിക്കുന്നുമുണ്ട്. ആ കുട്ടിയും ഏത് ബോയ്സും എന്നെ കളിക്കാൻ കൂട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ കാർത്തികയുടെ അച്ഛൻ നീ നിനക്കായി ഒരു ടീം ഉണ്ടാക്ക്, എന്നിട്ട് അവരുടെ മുമ്പിൽ ജയിച്ചു കാണിക്കുക എന്ന് പറയുന്നു. അങ്ങനെ പല മേഖലയിൽ ഉയർന്നു നിൽക്കുന്ന സ്ത്രീകളെ കാണിച്ചുകൊണ്ട് ഈ സിനിമ അവസാനിക്കുന്നു.